ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ചിക്കനും ഇത് മസാല പുരട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളി വാട്ടി തുടങ്ങാം. ഉള്ളി കുറച്ച് വാടിയുണ്ട്, പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക, ഇതിലേക്ക് ഒന്നാമത് ഞങ്ങൾ വൈകിട്ട് 6:30-7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇത് വെക്കാൻ തുടങ്ങിയത്. അപ്പോൾ വീഡിയോ പിടിക്കാൻ പെട്ടെന്ന് തീരുമാനമായത്. അപ്പോൾ പിന്നെ പൊടിയൊന്നും ഇടണമെന്ന് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. സത്യം പറയുകയാണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ പൊടികളൊക്കെ ഇടൽ കഴിഞ്ഞിട്ട് ചിക്കൻ ഇട്ടതിൻ്റെ ശേഷമാണ് പിന്നെ എന്താ പറയുക പിടിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എന്തായാലും ചിക്കൻ അതിൽ നമ്മൾ എന്താ പറയുക ചിക്കൻ ഇട്ടതിന് ശേഷം മസാലയിൽ നല്ല യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായി ഇളക്കണതുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് എന്താ പറയുക കുറച്ച് ഗ്രേവി ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ടതിൻ്റെ ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് എന്താ പറയുക അത് യോജിപ്പിച്ച് വെക്കേണ്ട. അത് ഞങ്ങൾ അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ അതാവുമ്പോഴേക്കും നമുക്ക് ചോറ് കുറച്ചുണ്ടാക്കാം. കുക്കറിലാണ് നെയ്ച്ചോറ് വെക്കുന്നത്. അപ്പോൾ ഒന്ന് ഡാൽഡയിലാണ് നെയ്ച്ചോറ് വെക്കണത് കേട്ടോ. എല്ലാവർക്കും ഇവിടെ ഡാൽഡയിൽ വെക്കാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഡാൽഡ കൂട്ടി വെക്കണത് എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് ക്യാരറ്റൊക്കെ എന്താ പറയുക അരിഞ്ഞിട്ടിട്ടുണ്ട്. ഒന്ന് നല്ല ടേസ്റ്റൊക്കെ വരുമല്ലോ. അപ്പോൾ പട്ടയും ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം തിളച്ചു. അപ്പോൾ അതിലേക്ക് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു കാസറോളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് അതിനൊന്ന് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒഴിക്കൽ കഴിഞ്ഞുകൊണ്ട് ചോറൊക്കെ നല്ല അടി പിടിക്കാണ്ട് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നാരങ്ങ നീരൊക്കെ ഒഴിച്ചിരുന്നതുകൊണ്ട് ചോറ് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്നും അങ്ങോട്ട് അടച്ച് വയ്ക്കാം. അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഇങ്ങനത്തെ ഒരു ഫുഡിൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ഒപ്പം ഉണ്ടാവണം കേട്ടോ. എനിക്കാണ് വെച്ചാൽ അത് ആദ്യമായിട്ട് ചെയ്യുന്ന കാരണമേ ഫുഡിൻ്റെ ആകുമ്പോൾ നമുക്കൊരു തപ്പിത്തടയിലൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പൊടി ഇടുന്നതൊന്നും പിടിക്കാനും പറ്റിയില്ല. അപ്പോൾ ചിക്കൻ ആയിരിക്കണം. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേവിക്കാം. ഇളക്കിയിട്ട് ഒന്ന് യോജിപ്പിച്ച് വയ്ക്കുക ഇലകളൊക്കെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചിക്കൻ എന്താ പറയുക ടോബിമോനുള്ള ചിക്കനും ഇതിൻ്റെ കരളും ബാക്കിയുള്ളതൊക്കെ ഇട്ട് ടോബിമോന് കുറച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കുള്ളത് റെഡി ആയിരിക്കണം. ഇനിയിപ്പോൾ അവൻ്റെയും കൂടെ റെഡി ആവണം. നല്ല ചോറും ചിക്കൻ കറിയും ഉള്ളി സുർക്കയിലിട്ടതൊക്കെ കൂടിയിട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കഴിക്കാം.